നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങുന്നത്. ഓൺലൈൻ ഡെലിവറി ട്രിക്സ് എന്ന പേരിലാണ് ഈ ചാനലിന് പേരിട്ടിരിക്കുന്നത്. ഓൺലൈൻ ഡെലിവറി ട്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു വർഷങ്ങളായിട്ട് ഡെലിവറി ബോയിയാണ്. ഇപ്പോൾ അത് നിർത്തി. നമ്മൾ ഡെലിവറി ബോയ് ആയിരിക്കുന്ന സമയത്ത് ഇതൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ പ്ലസ്സും ഉണ്ട്, മൈനസും ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ട്. അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യുക, നമുക്ക് വൈകി ഓർഡർ തരാം, അങ്ങനത്തെ ഒരുപാട് കുൽസിത പ്രവർത്തികൾ അവർ ചെയ്യും ഇതറിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല. വർഷങ്ങളായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്. ഞാൻ മെയിനായിട്ട് മെട്രോപൊളിറ്റൻ സിറ്റി കൊച്ചിയിലാണ് ഇത് ഫോക്കസ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്നത്. അവസാനം ഓടിയിരുന്നത് നന്നായിട്ട് പൈസ കിട്ടുന്നൊരു ഡെലിവറിയാണ്, ഓൺലൈൻ ഡെലിവറിയാണ്. അതാണ് 45,000 രൂപ ഒരു മാസം ഉണ്ടാക്കാം നിങ്ങൾക്കെന്നും പറഞ്ഞ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ചുമ്മാ വന്ന് 45,000 രൂപ ഉണ്ടാക്കാൻ കഴിയും എന്ന് കരുതണ്ട. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ വേണം, എങ്കിലേ 45,000 രൂപ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ മറ്റു കാര്യങ്ങൾ പറയാം. ഒന്നാമത് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു 5G മൊബൈലാണ്. 5G മൊബൈൽ വേണമെന്ന് പറയാൻ കാരണം ഇപ്പം എല്ലാവരുടെ കയ്യിലുണ്ട്. ബാറ്ററി ലൈഫ് ഉള്ള മൊബൈൽ വേണം, അല്ലെങ്കിൽ പ്ലസ് പവർ ബാങ്ക് വേണം. ചില വണ്ടികളിൽ പവർ നമുക്ക് കുത്തിയെടുക്കാവുന്ന സ്ലോട്ടൊക്കെ ഉണ്ട്, എങ്കിലും പവർ ബാങ്കാണ് എപ്പോഴും സേഫ്. രണ്ടാമത്തെ കാര്യം, ഒരുവിധം മൈലേജുള്ളൊരു ബൈക്ക് വേണം. ബൈക്കോ സ്കൂട്ടറോ. സ്കൂട്ടറിന് പൊതുവെ മൈലേജ് ഇത്തിരി കുറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ഞാൻ ആരോടും പറയണില്ല സ്കൂട്ടറും കൊണ്ട് നടക്കാൻ. ബൈക്ക്, അതെൻ്റെ ബൈക്ക് പ്ലാറ്റിന ആയിരുന്നു, ബജാജ് പ്ലാറ്റിന. നല്ല വണ്ടിയായിരുന്നു, വഴി കിടന്നിട്ടില്ല, അത്യാവശ്യം എനിക്ക് വരുമാനം ഉണ്ടാക്കി തന്ന വണ്ടിയാണ്. ആ വണ്ടി ഞാൻ എടുത്തപ്പോൾ 58,000 രൂപയ്ക്ക് എടുത്ത വണ്ടിയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ കൂടുമ്പോൾ തന്നെ ചെറിയൊരു മെയിൻ്റെനൻസൊക്കെ ചെയ്തിട്ട് കൊണ്ട് നടക്കണ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വണ്ടിയുടെ 5-10 ഇരട്ടി വർഷം ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനൊരു ബൈക്ക്. സ്കൂട്ടറിന് ഒരുപാട് പ്ലസ് പോയിൻ്റുകളുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് വെച്ച് കൊണ്ടുപോകാം, പിന്നെ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കൊച്ചി പോലത്തെ ഒരു ടൗണിൽ ഓടിക്കുമ്പോൾ നമുക്ക് അത് നല്ലതാണ്. പക്ഷേ നമുക്ക് മൈലേജ് കിട്ടും, ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരിക്കലും നിങ്ങൾ ഇലക്ട്രിക്കൽ വണ്ടികൾ ഓൺലൈൻ ഡെലിവറിക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉപയോഗിച്ചതാണ്, ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഉപയോഗിച്ചതാണ്. അതിൻ്റെ കുഴപ്പം, ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലോങ് പോകാൻ പറ്റില്ല. പിന്നെ ഒരു കാലത്തോടി നമ്മൾ ഗംഭീര ഓടണേ, ഓടിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചാർജ് ഡൗൺ ആവും പെട്ടെന്ന്. പിന്നെ ചാർജ് ചെയ്യാൻ ഒരുപാട് ടൈം വേണം. പെട്രോൾ അടിക്കും പോലെയല്ല, അത്ര നേരം കുത്തിയിട്ട് ചാർജ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും 1-2 ഓട്ടം പോവും. അപ്പോൾ പൈസയൊന്നും കിട്ടില്ല. പിന്നെ രണ്ടാമത് ഒരു ശാരീരിക ക്ഷമത വേണം. നട്ടലിന് പരിക്ക് അങ്ങനെയുള്ളവരൊന്നും ഇത് ഓടാതിരിക്കുക എന്ന് പറയുമ്പോൾ നട്ടലൊക്കെ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ദിവസം ഓടുമ്പോൾ 1-2 ദിവസം ഓടുമ്പോൾ ഈ വേദനയും ഇതൊക്കെ ഉണ്ടാവും. എങ്കിലും വേറെ പരിക്കുകളൊന്നുമില്ലാത്ത ആളുകൾക്ക് നല്ലതാണ്. പ്രത്യേകിച്ചും അത്യാവശ്യം സ്പോർട്സിലൊക്കെ പോയിട്ടുള്ള പിള്ളേർ, ഒരു 40 വയസ്സിന് താഴെ എന്ന് ഞാൻ പറയുള്ളൂ. അതിന് മുകളിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്, അവർക്കും ഓടാം.
പക്ഷേ ഈ കുട്ടികൾ ഇവർ ഓടും പോലെയുള്ള ഓടാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. സ്ഥിര വരുമാനമായിട്ട് ആരും എടുക്കരുത് ഇത്. ഇത് സ്ഥിര വരുമാനമായിട്ട് എടുക്കാൻ ഞാൻ പറയില്ല. ഇത് താൽക്കാലികം മാത്രമാണ്. 45,000 രൂപ, 40,000 രൂപ, 30,000 രൂപ കിട്ടുമെന്ന് വെച്ചിട്ട് ലൈഫ് ടൈം ഇത് ഓടാമെന്ന് ആരും കരുതി ഇത് ചെയ്യണ്ട. അത് മണ്ടത്തരാണ്. നിങ്ങളൊരു ബിസിനസ് ചെയ്തോ. ഞാൻ എപ്പോഴും അങ്ങനെ പറയുള്ളൂ. ജോലിക്ക് പോകാൻ പറയില്ല. നിങ്ങളൊരു ബിസിനസ് ചെയ്തോ സ്വന്തമായിട്ട്. അത് കണ്ടുപിടിച്ചോ. എറണാകുളം പോലെ എറണാകുളത്ത് ബ്രോഡ്വേയിലൊക്കെ പോണ സമയത്ത് നമുക്ക് ഒരുപാട് ബിസിനസ് കാണാം, ചെറുതും വലുതായിട്ട്. അതൊക്കെ കണ്ട് നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത് വിജയിക്കാനേ ഞാൻ പറയൂ. ഇത് കൊണ്ട് നടക്കാൻ പറയില്ല. ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇത് നിർത്തിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഗ്ലൗസ് ഒരെണ്ണം വേണം. നമ്മൾ പൊരി വെയിലത്താണ് ഓടണേ. ഓടുമ്പോൾ കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആവും. ഒരു 10 മണി കഴിഞ്ഞ് നമ്മൾ ഗ്ലൗസ് ഇടണം. വൈകിട്ടൊരു 3 മണി വരെ കൈയൊക്കെ ചൂടാവും. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കാവുന്ന, അതായത് തലമുടിയൊന്നും പൊഴിയാതിരിക്കാനൊരു ക്യാപ്പ് കിട്ടും. അത് നല്ലതാണ്. എപ്പോഴും മാസ്ക് ധരിച്ചുകൊണ്ട് വേണം ഓടാൻ. അത് നമ്മൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയല്ല. അത് നല്ല പൊടിയായിരിക്കും. നമ്മൾ ഓൺലൈൻ ഓടുന്നതല്ലേ, ഒരുപാട് പൊടിയടിക്കും, അസുഖങ്ങൾ വരും. അപ്പോൾ എപ്പോഴും മാസ്ക് മസ്റ്റാണ്. അത് ധരിച്ചുകൊണ്ട് മാത്രം ഓടാൻ നോക്കുക. പിന്നെ നമ്മൾ ഷൂ ഇടാതിരിക്കുന്നത് നല്ലത്. ഇപ്പോൾ ഷൂ പോലത്തെ തന്നെ എയർ കയറാവുന്ന ചപ്പൽസ് ഉണ്ട്, ഫ്രണ്ട് മൂടിയത് കാലിൻ്റെ. അതാ ഞാൻ പറയുള്ളൂ. കാരണം ബൈക്കാണ്, സൈഡിൽ കൂടെ പോവും, തട്ടും, കാലൊരഞ്ഞ് പൊട്ടാതിരിക്കാനാണ് പറയണേ. ഷൂ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇട്ട് ഓടിയിട്ടുള്ളതാണ്. എപ്പോഴും ഫ്രണ്ട് മൂടിയിട്ടുള്ള ടൈപ്പ് നമുക്ക് ചപ്പൽസ്, അതാണ് ഏറ്റവും നല്ലത്. അതൊരു 100 രൂപയ്ക്ക് കിട്ടും. 100, 150, 200 രൂപയ്ക്ക് കിട്ടും. പിന്നെ അതുപോലെ ജീൻസാണ് നല്ലത്. പാൻറ്റ് കുഴപ്പമൊന്നുമില്ല. ജീൻസിന് കുറച്ചും കൂടി കട്ടിയുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് ചൂടൊന്നും ഏൽക്കില്ല. കോട്ട് ഇടുന്നത് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കോട്ട് ചിലരിട്ട് ഓടണ കണ്ടിട്ട് എനിക്ക് ഇത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല ഓൺലൈൻ ഓട്ടത്തിൽ. കാരണം വേറെ ഒന്നുമില്ല, കോട്ടിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരിക്കും ഉള്ളു. ശരിക്കും ഫുൾ കൈ ടീഷർട്ട് ഇടാൻ നോക്കാം. ഈ ചില ആളുകൾ ഓൺലൈൻ ഓടുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്, ഒരു ഹാഫ് കൈ ഷർട്ടോ ടീഷർട്ടോ ഇട്ടിട്ട് ഒരു ഗ്ലൗസ് പോലത്തെ ബാൻഡ് ഇങ്ങനെ വലിച്ച് കയറ്റിയിട്ടിരിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എയർ കയറില്ല, ടൈറ്റായി നിൽക്കും. കുറച്ച് നേരമൊക്കെ ഓടാൻ കുഴപ്പമില്ല. കാലത്തോട്ട് വൈകുന്നേരം വരെ ഓടാൻ അത്തിരി ബുദ്ധിമുട്ടാണ്. ഫുൾ കൈ ടീഷർട്ട് മേടിക്കുക, അത് ഫുൾ കൈ പരമാവധി ഇറക്കിയിടുക, ഗ്ലൗസ് ഇടുക. ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ സ്ഥിരമായിട്ട് ഓടാൻ പറ്റൂ. സ്ഥിരമായിട്ടെന്ന് ഒരു 6 മാസം ഓടണം എന്ന് വിചാരിച്ച് ഇറങ്ങുകയാണെങ്കിൽ ഇതൊക്കെ വേണം. ഇന്നോടി നാളെ ഓടണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, ഓടാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയണത്. അടുത്ത വീഡിയോയിൽ ഈ പൈസ എങ്ങനെ കിട്ടുന്നു, നമുക്ക് എങ്ങനെയൊക്കെ അത് ഏൺ ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം കൂടി പറയാം. ലാസ്റ്റ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത് പോർട്ടർ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഞാനല്ലാണ്ട് ഫുഡ് ഡെലിവറി ആപ്പുകൾ ഓടിയിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല പുതിയ ആപ്പ് എന്നുള്ള രീതിയിൽ പോർട്ടർ എന്ന് പറഞ്ഞൊരു ആപ്പാണ് ലാസ്റ്റ് ഓടിയത് ഞാൻ. അത് കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് ഓടാൻ കഴിയുന്നവർ മാത്രം ഈ 45,000 രൂപയുടെ ഈ കാര്യം കേട്ടാൽ മതി. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഓടാൻ കഴിയാത്ത ആളുകൾ, വരാൻ കഴിയാത്ത ആളുകൾ ഈ വീഡിയോ ഒപ്പം തന്നെ നിർത്തിപ്പോക്കോ. കാരണം അവർക്ക് ഒരു ഉപകാരമില്ല, വെറുതെ സമയം കളയണ്ട. അവിടെ വന്ന് ഓടാൻ കഴിയുന്നവർ, അല്ലെങ്കിൽ അവിടെ വന്ന് താമസിച്ച് ഓടുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ആളുകൾ, കുട്ടികൾ വന്ന് അവിടെ റൂം റെൻറ്റിനെടുത്ത് താമസിച്ച് ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓടാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് കേട്ടാൽ മതി. അല്ലാത്ത ആളുകൾ ഇത് കേൾക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകൾ അവരും കേൾക്കണ്ട. കാരണം വെറുതെ ടൈം എന്തിനാണ് വേസ്റ്റ് ആകണേ. അവർ കേട്ടിട്ടൊരു ഉപകാരമില്ല. പിന്നെ കഥ കേൾക്കുമ്പോൾ കുറച്ച് നേരം കേട്ടിരിക്കുക, അത്രേ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു വ്യൂ കിട്ടാനോ അല്ലെങ്കിൽ ഈ ചാനൽ മുഖേന കുറേ കാശുണ്ടാക്കാനൊന്നും ചെയ്യണതല്ല.
ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഓൺലൈനിൽ ഓടിക്കൊണ്ടിരുന്ന ഈ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.